തെരുവിൽ അവഹേളിക്കപ്പെടുന്ന ആശമാരെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഇന്നലെ തന്നെ വളരെ വലിയ അവഹേളനങ്ങൾക്ക് വിധേയരായി. കാരണം ഇന്നലെ രാവിലെ അവരെ, അതായത് അവിടെ 37 ദിവസമായിട്ട് അവിടെ തെരുവിൽ കിടന്ന് സമരം ചെയ്യുകയാണ്. ഒട്ടും വെയിലത്ത്, ഈ വേനലിൽ. അതേപോലെ തന്നെ മഴ ഉള്ളപ്പം മഴ നനഞ്ഞുകൊണ്ട്, വേനൽ മഴ മുഴുവൻ നനഞ്ഞുകൊണ്ട് അവർ കഷ്ടപ്പെട്ട തെരുവിലിരിക്കുകയാണ്. അപ്പോൾ അവരെ എങ്ങനെയൊക്കെ അവഹേളിക്കാം എന്നുള്ളതിനെ കുറിച്ച് ശ്രമിച്ചു നോക്കി. അതെല്ലാം അവഹേളിച്ചു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അവരവിടെ വന്നിരിക്കുന്നത്, അതിലിരിക്കുന്നവരെല്ലാം എസ് ഡി പി ഐക്കാരാണ്, ജമാഅത്ത് ഇസ്ലാമിയാണ്. ഇതിനകത്ത് ഇവരൊക്കെ ഇത്രയും വലിയ ആളുകളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. കാരണം ഇത്തരം ആളുകളെയൊക്കെ ഇതിൻ്റെ ഈ പറയുന്ന SDPI-യിലും ജമാഅത്ത് ഇസ്ലാമിലും ഒക്കെ ഇതുപോലെ വിളിച്ചു കൂട്ടാനായിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. ആശമാർ ഏതായാലും അങ്ങനെയൊക്കെ ഉള്ളത് അവഹേളനങ്ങൾ വന്നു. പിന്നെ അവിടെ ഇരിക്കുന്നത് എന്തെന്നറിയോ, പണപ്പിരിവ്, ബക്കറ്റ് പിരിവ് നടത്താനാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് ഇവരെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കുന്നത്, ഇവർക്ക് നോക്കിയപ്പോൾ മീഡിയ അറ്റൻഷനൊക്കെ കിട്ടുന്നു. അതോടുകൂടി അവർക്കതൊരു ത്രസിപ്പിക്കുന്ന ഒരു വികാരമായിട്ട് മാറി. അതോടുകൂടി അവർ അങ്ങനെ ഇരിക്കാമെന്ന് പറഞ്ഞു. ഇതുപോലുള്ള ഓരോ വർത്തമാനങ്ങളാണ്. പിന്നെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ഇരിക്കുന്നത് കുടയും മഴക്കോട്ടും വാങ്ങാൻ മാത്രമല്ല, ഉമ്മയും കൂടെ വാങ്ങാനിരിക്കുന്നവരാണെന്നുള്ള രീതിയിൽ അവരെ ആക്ഷേപിച്ചു. ഇതെല്ലാം പറഞ്ഞ് ഇവരെ ആക്ഷേപിക്കുകയാണ്, മുഴുവൻ ആയിട്ട് ഇവരെ ആക്ഷേപിച്ചു. ഇതെല്ലാം കഴിഞ്ഞു. ബഹുമാന്യനായ മുഖ്യമന്ത്രി മുമ്പെന്ന് സാധാരണ ഇരിക്കുമല്ലോ, അതുപോലെ തന്നെ ഇരിക്കുകയാണ്. ശബ്ദിക്കുന്നില്ല. ശബ്ദം ഉണ്ടെങ്കിലല്ല പ്രശ്നമുള്ളൂ. ഒന്നും അതിനെക്കുറിച്ച് പറഞ്ഞില്ല. അങ്ങനെ വളരെ മനംനൊന്താണ് ശ്രീ VD സതീശൻ, നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ഇന്നലെ മുഖ്യമന്ത്രിയോട് എങ്ങനെയെങ്കിലും ഈ സമരം ഒന്ന് തീർപ്പാക്കണം എന്നുള്ള ഒരാവശ്യം ഉന്നയിച്ചു. അതിനെന്താ തീർക്കാവുള്ളൂ? ഉടനടി നല്ല നടപടി ഉണ്ടായി. അതിനെന്തറിയോ, ഹെൽത്ത് മിഷൻ്റെ ഡയറക്ടർ, ഒരു നോർത്ത് ഇന്ത്യക്കാരനാണ്, അദ്ദേഹം പെട്ടെന്ന് ഇവരെ ഒരു മീറ്റിങ്ങിന് വിളിച്ചു. അപ്പോൾ ഇവർക്കൊരു വലിയ ആഹ്ലാദമായി. എന്തായാലും ഒരു ചർച്ചയ്ക്ക് വിളിച്ചേക്കാണല്ലോ, ആദ്യമായിട്ട് ഒരു ചർച്ചയ്ക്ക് വിളിക്കുക. ഇതിൻ്റെ നേതാക്കൾ, അതിൽ ശ്രീമതി മിനിയും അതുപോലെ തന്നെ ശ്രീമതി ബിന്ദുവും ഒക്കെ കൂടെ ഈ ചർച്ചയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എന്താണെന്നറിയോ, ഇവരെ ബോധവൽക്കരിക്കാനാണ് വിളിച്ചത്. അല്ല ചർച്ചയല്ല, ബോധവൽക്കരിക്കാൻ. കാരണം ഇവർക്ക് വിവരമില്ല, അതുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. അപ്പോൾ 233 രൂപ കിട്ടുന്നല്ലോ, ഒന്നും കിട്ടാത്തവർ ഈ നാട്ടിലില്ലേ? ഭിക്ഷക്കാർ ധാരാളം ഉണ്ടല്ലോ, അവർക്കൊന്നും കിട്ടുന്നില്ല. അവർ ഭിക്ഷ യാചിക്കുമ്പോഴല്ലേ കിട്ടുള്ളൂ. ഇത് 233 രൂപ ഡെയിലി കിട്ടുന്നില്ലേ? മോശം കാര്യമാണോ? അപ്പോൾ അതും പറഞ്ഞിട്ട് ഓരോ ബോധവൽക്കരിച്ച് സർക്കാരിൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല. ഈ ധനസ്ഥിതി മെച്ചപ്പെടുമ്പോൾ ട്രഷറി കാര്യമാണ്, ട്രഷറിയിൽ പണം വരുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് ആലോചിക്കാവുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ പണമൊന്നുമില്ല, പിന്നെ വരുമ്പം ആലോചിക്കാം. ഇത് പറയാൻ ഇയാൾക്ക് വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ പാവങ്ങളെ വിളിച്ച് അധിക്ഷേപിച്ചതല്ലേ? അതിനുശേഷം അവർ തിരികെ വന്നു കേട്ടോ. ഒന്നും കിട്ടാതെ തിരികെ വന്നിട്ട് അവർ പറഞ്ഞു, ഇതുപോലാണ് ഈ പരിപാടി വന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്തു തന്നില്ലേ? ഏത് കാര്യം? അതായത് ഒരു 10 മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇത് വാങ്ങിക്കാൻ, ഓണറേറിയം വാങ്ങാൻ. അത് മാറ്റിയില്ലേ? അത് മാറ്റി കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു നല്ല പണിയും കൂടെ ചെയ്തു വെച്ചു കേട്ടോ. അതായത് മറ്റേ ഗ്രാൻഡ് കേന്ദ്രം കൊടുക്കുന്ന പണം കൊടുക്കുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം അവിടെ കൊണ്ട് കയറ്റി. കാര്യം അത് കൊടുക്കുന്നില്ലെങ്കിൽ ഇവിടെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇതേപോലെ ബുദ്ധിപരമായിട്ട് കുറേ ഉദ്യോഗസ്ഥരുണ്ട്. ഇവനൊക്കെ IAS എന്നൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുന്നത് എന്തിനാണ്? ഈ പാവങ്ങളെ മുടിക്കാൻ. ഈ സർക്കാരിൻ്റെ കാല് നക്കാനാണെങ്കിൽ നക്കിയാൽ പോരെ. ഈ പാവപ്പെട്ട തെരുവിലിരിക്കുന്ന ഇവരെ ഇതുപോലെ ശല്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? ഏതായാലും അവർ മനം നൊന്ത് അവർ തിരികെ വന്നു. അത് കഴിഞ്ഞിട്ട് ഉടനെ തോന്നി അത് മോശമായിപ്പോയല്ലോ. അപ്പോൾ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് തോന്നി അത് ഇങ്ങനല്ല, ഇതിപ്പോൾ റെഡിയാക്കണം. വിളിച്ചു ചർച്ചയ്ക്ക്. 3 മണിയെന്ന് പറഞ്ഞു. നേരെ നിയമസഭയിലേക്കാണ് ഇവർ ഈ പാവങ്ങൾ ഇതേപോലെ ഇവിടുന്ന് കെട്ടിപ്പോയി. അവിടെ ചെന്ന് അവിടെ എന്തപ്പം ചർച്ച 3:30 കാരണം സമയമില്ല. അത് വേറെ ഏതാണ്ടൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. നിയമസഭ വലിയ ബില്ലുകളൊക്കെ വലിയ ഇതായിട്ട് പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചർച്ചയൊക്കെ വേണം. ഏതായാലും ഇവരെ വിളിച്ച് എന്തിനെന്നറിയോ? വളരെ ബുദ്ധിപരമായിട്ട് ചെയ്തതാണ്. മാധ്യമ പ്രവർത്തകരെല്ലാം ഇവരുടെ കൂടെ ചെല്ലും. അങ്ങനെ മാധ്യമങ്ങളെല്ലാം തരുന്നു, എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഒക്കെ തരുന്നു. കമ്പും കാലും ഒക്കെ കുത്തി ക്യാമറയൊക്കെ വെച്ച് റെഡിയായി, ഒരുങ്ങിക്കെട്ടി റെഡിയായി, ഫേഷ്യലും ഒക്കെ ചെയ്ത് ഇരുന്നിട്ട് പറഞ്ഞു, അതെ എന്തൊക്കെ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട്, പിന്നെ ഇവർക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്,
മറ്റേത് ഇവരന്നേരം എടുത്ത് കാണിച്ചു, ഇന്ന സംസ്ഥാനത്താണ് ഇങ്ങനെ, അത് ഇങ്ങനെ പറഞ്ഞേക്കുന്നേ ഉള്ളൂ, നടപ്പാക്കിയിട്ടില്ല. എല്ലാം തന്നെത്താൻ ഇരുന്നൊക്കെ പറയുകയാണ് അവർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇത്രയും മിടുക്കിയായിട്ടുള്ള ഒരാളെ നമുക്ക് കാണാൻ കിട്ടത്തില്ല കേട്ടോ. ഇപ്പോൾ ഭയങ്കര എൻസൈക്ലോപീഡിയയാണ്, എല്ലാം അറിയാം, ലോകം മുഴുവൻ അറിയാം, എല്ലാ സംസ്ഥാനത്തെയും കാര്യം അറിയാം. വളരെ വലിയ മന്ത്രി പുങ്കവ ഇരുന്ന് ഈ രീതിയിൽ ഇവരെ ആക്ഷേപിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞേ? ഇവർ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുന്ന സമരം അനാവശ്യമാണ്, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസാണ് എടുത്തേക്കുന്നത്. ഇങ്ങനൊന്നും ചെയ്യരുത്, നല്ലതല്ല, ഇതൊക്കെ നല്ല പെരുമാറ്റമല്ലേ നമുക്ക് വേണ്ടത്, നമുക്ക് അങ്ങനല്ലേ ഇങ്ങനല്ലേ, ഇതൊക്കെ പറഞ്ഞു. നിങ്ങൾ കേന്ദ്രത്തിനെതിരെയല്ലേ സമരം ചെയ്യേണ്ടത്, അല്ലാതെ കേരളം എന്ത് ചെയ്തു, നമ്മുടെ സംസ്ഥാനം വളരെ കടക്കടിയിലല്ലേ, ബുദ്ധിമുട്ടല്ലേ. ഇത് പറയാനാണ് ഈ പാവങ്ങളെ വിളിച്ച് ഒന്നുകൂടെ പറഞ്ഞത് കേട്ടോ. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ പറയുക, ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് വളരെ രസകരമായൊരു കാര്യം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് എന്നാ സംഭവിച്ചേക്കുന്നത്, അതായത് ഒരു വീട്ടിലേക്ക്, ഒരു വലിയ വീട്ടിലേക്ക് ഒരു അതിഥി വരികയാണ്. അവിടുത്തെ ഒരാകുന്ന ബന്ധുവാണ്. അപ്പോൾ അയാളിങ്ങനെ പൂമുഖത്തിരുന്ന് ഗ്രഹനാഥനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അയാൾ അവിടെ വന്ന് കുറേ സമയമായി, ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ ഗ്രഹനാഥൻ എന്തോ ഒരു ആവശ്യത്തിന് എഴുന്നേറ്റ് അകത്തോട്ടൊന്ന് പോകണ്ടായിട്ട് വന്നു. അകത്തോട്ട് പോയ സമയത്ത് ഒരാൾ, ഒരു യാചകൻ അതൊക്കെ ആ ഗേറ്റ് തുറന്ന് നേരെ അകത്തോട്ട് കയറി വന്ന് ഇങ്ങനെ എന്താ വന്നേ, അല്ലാതെ വല്ലതും ഉണ്ടോയെന്നറിയാൻ വന്നാൽ എന്തെങ്കിലും വേണമല്ലോ, ഇവിടെ ഒന്നുമില്ല കേട്ടോ, ശരിപ്പൊക്കെ എന്ന് പറഞ്ഞു. ഈ പാവം അതും കേട്ടിട്ട് അനങ്ങാതെ ഇറങ്ങിപ്പോയി അങ്ങ് ഗേറ്റിന് വെളിയിലോട്ട് ഇറങ്ങി. ഗേറ്റിന് വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ ഗ്രഹനാഥനെ അകത്തുനിന്ന് വന്നു. അല്ല, അതേ ഒരാൾ ഭിക്ഷ വാങ്ങിക്കാൻ വന്നത്. എന്നിട്ട് അല്ല ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. പോയി അത് ശരി, കൈയടിച്ച് വിളിച്ചു അയാളെ, ഇനി വരാൻ പറഞ്ഞു. വന്നു. എന്താ പറഞ്ഞു? അല്ല അതിങ്ങനെ ഭിക്ഷ ചോദിക്കാൻ വന്നാൽ ഇവിടെ ഒന്നും ഇല്ല എന്ന് ഇപ്പൊ പറഞ്ഞു. ഇയാൾ ഇവിടെ വന്നതാ, ഇയാൾ ഇവിടുത്തെ ആരുമല്ല, ഇവിടെ ഇത് പറയേണ്ടത് ഞാനാണ്, മനസ്സിലായി, ഞാനാ പറയേണ്ടേ, ഒന്നുമില്ല പൊക്കും എന്ന് പറഞ്ഞതാണ് ഇന്നലെ നടന്നേക്കുന്നത്. അതായത് ആദ്യം ആരോഗ്യ മിഷൻ ഡയറക്ടർ വന്നു. ആ ഡയറക്ടർ അല്ലല്ലോ ഇത് പറയേണ്ടത്, ഞാൻ തന്നെ അല്ലേ പറയേണ്ടത്. അങ്ങനെയാണ് ശ്രീമതി വീണ ജോർജിനെ കൂടെ ഇതൊന്ന് ഇവരെ ബോധിപ്പിക്കണം. അതിനുവേണ്ടി വിളിച്ചു വരുത്തി ഈ പാവങ്ങളെ ആക്ഷേപിച്ച് വീണ്ടും വിട്ടു. എന്നിട്ടൊരു പ്രസ്ഥാനം പിന്നെ അവസാനം രാത്രിയായപ്പോൾ അതോടുകൂടി ഇവർക്ക് അങ്ങ് സമാനമായി, ആശമാർക്ക്. എന്താണ് കാര്യം? നാളെ രാവിലെ ഡൽഹി പോവാണ്, കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണണം, കണ്ട് സംസാരിച്ച് നദ്ദയെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് തീർത്തു വരാൻ വേണ്ടിയാണ്, ഇവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ ധരിപ്പിക്കാനെന്നാണ്. പിന്നെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്, അവസാനം മാധ്യമപ്രവർത്തകർ അങ്ങനെ വിടത്തില്ലല്ലോ, അവരിത് ചെകഞ്ഞെടുക്കുമല്ലോ, ഇവരെന്തിനാ പോകുന്നതെന്നുള്ളത്. ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പോയാൽ നദ്ദയെ കാണാൻ കിട്ടുമോ? അവരൊക്കെ വലിയ വലിയ ആളുകൾ, അവരെയൊന്നും അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല. ഇവിടുന്ന് കേരളത്തിൽ നിന്നൊക്കെ ചെന്ന് കഴിഞ്ഞാലൊന്നും അവരൊന്നും നോക്കത്തോലുമില്ല അങ്ങോട്ട്. അപ്പോൾ എന്താ, അല്ല ചോദിച്ചിട്ടുണ്ട്, അനുവാദം ചോദിച്ചിട്ടുണ്ട്. ഇപ്പം കിട്ടിയില്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കിട്ടും, അന്നേരം പോകാമല്ലോ. അതായത് പിന്നെ ഇപ്പോൾ പോകുന്നത് ഏതാണ്ട് എവിടെ, കാനഡയെന്നോ എവിടുന്നോ ഒരു സംഘം ഏതാണ്ട് വരുന്നുണ്ട്, ഒരു ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അത് മുമ്പ് വന്ന് ചർച്ചയ്ക്ക് വന്നതാണ്, ക്യൂബയിൽ നിന്ന്, കാനഡയിലെ ക്യൂബയിൽ നിന്നുള്ള ഒരു ചർച്ച. ക്യൂബയിലെ ഒരു സംഘം വരുന്നുണ്ട്, അവരുടെ അടുത്തുള്ള ഒരു ചർച്ച, അതിന് വേണ്ടിയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കേട്ടോ, പൂരവും കാണാം താടി ഓടിക്കാം എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ കൂട്ടത്തിൽ പറ്റുമെങ്കിൽ നദ്ദയുടെ സമയം കിട്ടുമെങ്കിൽ ഒന്ന് കയറി കണ്ട് ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഒന്ന് പറഞ്ഞിട്ട് വരാം എന്ന് വിചാരിച്ചാണ്. ആശമാരെ നിങ്ങൾ ആശിക്കണ്ട, നിങ്ങൾക്കൊന്നും ഇവർ തരാൻ പോകുന്നില്ല കേട്ടോ. നിങ്ങൾ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ശ്രീ പിണറായി വിജയൻ നിങ്ങൾ കാണണം. ഈ പാവങ്ങൾ ആ തെരുവിൽ നിരാഹാരം കിടന്ന് മരിക്കും ആരെങ്കിലും, എന്നാലും നിങ്ങളുടെ മനസ്സറിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ആ പാവങ്ങൾ നിരാഹാരത്തിലേക്ക് നിങ്ങൾ അവരെ തള്ളിവിടുകയാണ്. ഇത് ഏതെങ്കിലും വിധത്തിലൊന്നും ഒത്തുതീർപ്പാക്കണ്ട. അവർ മനുഷ്യരല്ലേ, മനുഷ്യ സ്ത്രീകളല്ലേ, അതൊന്ന് ആലോചിക്കട്ടെ. അവരാരോ ആയിക്കോട്ടെ, അവർ കോൺഗ്രസ്സുകാരോ SUC-ക്കാരോ ബാക്കി INTUC-ക്കാരോ അല്ലെങ്കിൽ ആരോ എന്തോ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് SDPI-ക്കാരോ ജമാഅത്ത് ഇസ്ലാമിക്കാരോ ആരും ആവട്ടെ, അവർ മനുഷ്യരല്ലേ. ആ സഹോദരിമാർ, ആ അമ്മമാർ ആ തെരുവിൽ ഇപ്പോൾ വളരെ യാതനയല്ലേ അവിടെ കിടന്ന് അനുഭവിക്കുന്നത്. അത് കണ്ണ് തുറന്ന് കാണട്ടെ. ഇനിയെങ്കിലും നിങ്ങൾക്ക് മനസ്സരിവ് ഉണ്ടാവുമെങ്കിൽ, മനുഷ്യനാണെങ്കിൽ ഇതേതെങ്കിലും വിധത്തിൽ തീർക്കാൻ ശ്രമിക്കുക.